നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഏക്കർ കണക്കിന് സ്വകാര്യ ഭൂമി കൈവശപ്പെടുത്താനുള്ള വഖഫ് ബോർഡിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. UPA സർക്കാർ പ്രീണന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന 1995 വഖഫ് ബോർഡ് ആക്ടും 2013 ഭേദഗതിയും ഏത് ഭൂമിയും പിടിച്ചെടുക്കാൻ അനുമതി നൽകുന്ന അമിതാധികാരത്തിൻ്റെതെന്ന വിമർശനമാണ് ഉയരുന്നത്. വഖഫ് ബോർഡ് നീക്കത്തിനെതിരെ ക്രൈസ്തവ സംഘടനകളും വൈദികരും പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കായി BJPയും പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. വഖഫിന്റെ ഭൂമി കൊള്ളയോ, വഖഫ് ബോർഡിന് അമിതാധികാരമോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ്, മാധ്യമപ്രവർത്തകൻ O അബ്ദുള്ള, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ശങ്കു ടി ദാസ്, വഖഫ് ബോർഡ് ഏക്കർ കണക്കിന് സ്വത്ത് വകകളാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് ആക്ട് 1995 അതോടൊപ്പം വന്ന 2013 ഭേദഗതിയുടെയും അടിസ്ഥാനത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 10 ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മതേതര രാഷ്ട്രത്തിൽ വഖഫ് ബോർഡിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മുനമ്പം ചെറായി ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ വലിയ നിരാശയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ എന്ന്. എന്തായാലും ഇതിനൊരു ഭേദഗതി കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഒരുതരം ഭൂജിഹാദ് തന്നെയാണോ വഖഫ് ബോർഡ് ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടുവരുന്നത്? നോക്കൂ, ഇത് എത്രയോ കാലമായിട്ട് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ ഇന്ന് ഈ രാജ്യത്തുള്ള ഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് 9 ലക്ഷം ഏക്കർ ഭൂമിയാണ്. നമ്മൾ ആലോചിക്കണം, 1995 വഖഫ് ആക്ട് നിലവിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം വഖഫ് ഭൂമിയുടെ തോത് അല്ലെങ്കിൽ വിസ്തൃതി എന്നത് 4.5 ലക്ഷം ഏക്കർ ഭൂമിയായിരുന്നു. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വഖഫ് ഭൂമിയുടെ കണക്ക് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ, രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് 6 ലക്ഷം ഏക്കറാണ്. എന്നാൽ 2006 നിന്ന് നമ്മൾ 2024 ഇന്ന് വന്ന് സംസാരിക്കുമ്പോൾ വഖഫ് ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കർ ഭൂമിയായി മാറി. ഇതെങ്ങനെയാണ് ചെറിയ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വഖഫ് ഭൂമി വർദ്ധിക്കുന്ന ഈ പ്രതിഭാസം ഉണ്ടാവുന്നത്? ഇന്ന് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂവുടമസ്ഥനാണ് വഖഫ് ബോർഡ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേ കഴിഞ്ഞാൽ, പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂവുടമയായി വഖഫ് ബോർഡ് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 1,20,000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. ആനന്ദ് രംഗനാഥന്റെ ഹിന്ദുസ് ഇൻ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഹിന്ദുക്കൾക്ക് 8th ക്ലാസ് സിറ്റിസൺസിന്റെ മാത്രം സ്റ്റാറ്റസ് ഉള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാന ഒരു പോയിന്റ് ആയിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത് വഖഫ് ആക്ട് ആണ്. ആ ആക്ടിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 കാര്യങ്ങളിൽ മാത്രമേ ഉറപ്പുള്ളൂ. 1, ജനിച്ചതുകൊണ്ട് എന്തായാലും മരിക്കേണ്ടി വരും. 2, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. 3, അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയിലൂടെ സഞ്ചരിച്ചിരിക്കുന്നുള്ളതാണ്. കാരണം അത്രയേറെ ഭൂമി ഇന്ത്യയിൽ വഖഫ് ഭൂമിയാണ്. നമ്മൾ അറിയാതെ നടക്കുന്ന ഭൂമി പോലും വഖഫ് ഭൂമിയാണ്. ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ 77% നിലവിൽ വഖഫ് ഭൂമിയാണ്. ഇത് എങ്ങനെയാണ് ആയത്? ഡൽഹിയിൽ ഇരിക്കുന്ന സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. നമ്മുടെ സെൻട്രൽ വിസ്ത, നമ്മുടെ പാർലമെന്റ് ഉൾപ്പെടെയുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സെൻട്രൽ വിസ്ത വഖഫ് ഭൂമിയാണ്. ഇത് യാതൊരു അനുവാദവും ഇല്ലാതെ ഇങ്ങനെ വാർഷികമായി വർദ്ധിച്ച് വരുന്ന പ്രതിഭാസമാണ്. 1995 ശേഷമാണ് നമ്മൾ ഈ ഒരു വഖഫിന്റെ ഇങ്ങനത്തെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവിന്റെ കാരണം കാണുന്നത്. എന്താണ് ആ കാരണം? ആ കാരണം വഖഫ് നിയമം രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ നിയമത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള പ്രൊവിഷൻ, വഖഫ് ആക്ട് ഓഫ് 1995 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ സെക്ഷൻ 40 എന്ന് പറയുന്ന പ്രൊവിഷൻ വളരെ രസകരമാണ്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെ കൊടുത്തിട്ടാണ് ആ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് വഖഫ് ബോർഡിന് നാളെ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന സംശയം തോന്നിയാൽ വഖഫ് ബോർഡിന് സ്വന്തം രീതിയിൽ അത് പരിശോധന നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻസ് എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം ഇറ്റ് മേ ഡിസൈഡ് എന്നാണ് പറയുന്നത്. അതിന് സ്വയമേവ തീരുമാനിക്കാം
അത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനു മുകളിൽ നമുക്ക് സിവിൽ കോടതികളിലേക്ക് ഒരു അപ്പീൽ പോലും നിലനിൽക്കുന്നില്ല. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഖഫ് ട്രൈബ്യൂണലിനെ മാത്രമേ സമീപിക്കാൻ സാധിക്കുള്ളൂ. വഖഫ് ട്രൈബ്യൂണൽ ആവട്ടെ ഒരു 100% ജുഡീഷ്യൽ ബോഡി അല്ല. വഖഫ് ആക്ടിൽ തന്നെ രൂപീകരിച്ചിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കുള്ള ഒരു ന്യായാധിപൻ, സർക്കാരിലെ സെക്രട്ടറിയുടെ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇസ്ലാമിക മത നിയമങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു മത പണ്ഡിതൻ എന്നിവർ ഉൾപ്പെടുന്ന ഒരു 3 അംഗ സമിതിയെയാണ് നമ്മൾ വഖഫ് ട്രൈബ്യൂണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു 100% ജുഡീഷ്യൽ സ്വഭാവം ഇല്ലാത്ത ഒരു മതത്തോട് കൃത്യമായിട്ടുള്ള അനുഭാവം പുലർത്തുന്ന ഒരു സംവിധാനത്തിനാണ് ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം. വഖഫ് ട്രൈബ്യൂണലിന്റെ തീർപ്പിന് മേലെ നിങ്ങൾക്ക് അപ്പീലിന് പോലും സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ റിവിഷന്റെ അധികാരം തങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നിയമപ്രകാരം ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ തീരുമാനിക്കാൻ അധികാരം, ഇത് സാമാന്യ നീതിയുടെ ലംഘനമാണ്. നോബഡി ഷാൾ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നൊരു കേസുണ്ട്. അതായത് ഒരാൾക്കും അവനവൻ ഉൾപ്പെട്ടിട്ടുള്ള കാര്യത്തിലെ അന്തിമ ന്യായാധിപനാവാൻ സാധിക്കില്ല. കാരണം അവിടെ നിഷ്പക്ഷത ഉണ്ടാവില്ല, അവിടെ നീതിപൂർവ്വം ഉണ്ടാവില്ല, അവിടെ സ്വാർത്ഥത ഉണ്ടാവും. ഇവിടെ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാജ്യത്തുള്ള മുഴുവൻ ഭൂമിയും വഖഫ് ഭൂമിയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇല്ലീഗൽ ലാൻഡ് ഗ്രാബിങ്ങിന് സഹായിക്കുന്ന ഒരു നിയാമകമായിട്ടുള്ള സംവിധാനം നമ്മൾ പടച്ചുവിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 4.5 ലക്ഷം ഏക്കർ ഭൂമി 10 കൊല്ലം കൊണ്ട് 6 ലക്ഷം ഏക്കർ ഭൂമിയാവുന്നു. അത് വീണ്ടും 15 കൊല്ലം കഴിയുമ്പോൾ 9 ലക്ഷം ഭൂമിയാവുന്നു. ഇതിങ്ങനെ വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യയില് ഇപ്പോഴും കണക്ക് പ്രകാരം എന്റെ അറിവ് ശരിയാണെങ്കിൽ 85% ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യമാണ്. 80% ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തുള്ള മുഴുവൻ ക്ഷേത്രഭൂമികളും ചേർത്ത് കഴിഞ്ഞാൽ അത് ഏതാണ്ട് 7 ലക്ഷം ഏക്കർ ഭൂമിയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഭൂമിയാണ് രാജ്യത്തെ 15% മാത്രം വരുന്ന ഒരു വിഭാഗത്തിന്റെ ഇത് പെർമനന്റ് ഡൊണേഷൻസ് ആണ്. ഇത് അവരുടെ ഭൂസ്വത്തോ അവരുടെ ആസ്തിയൊന്നും അല്ല. ഇത് വഖഫായിട്ട് പെർമനന്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഭൂമിയാണ്. വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇസ്ലാമിക മതാചാര പ്രകാരം ഒരാൾ പയസ്, റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഭൂമിയാണ്. വഖഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പ്രൊഹിബിഷൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കൽ വഖഫ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ് തത്വം. ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ കാലത്തും വഖഫാണ്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കുന്നു? ഏത് ഭൂമിയെയും വഖഫാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് രാജ്യം വളരെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. 2022 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ പ്രശ്നം വന്നു. അതായത് രാജഗോപാൽ എന്ന് പറയുന്ന ഒരു കർഷകൻ, തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജിലുള്ള ഒരു കർഷകൻ, അയാളുടെ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനായിട്ട് അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന 1 ഏക്കർ ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ അയാളോട് പറയാണ്, ഈ ഭൂമി വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഈ ഭൂമി വിൽക്കണമെങ്കിൽ നിങ്ങൾ വഖഫ് ബോർഡിൽ നിന്ന് NOC മേടിക്കണം. ഇത് തലമുറയായിട്ട് അയാൾക്ക് കൈമാറി കിട്ടിയിട്ടുള്ള കാർഷിക ഭൂമിയാണ്. അയാളുടെ എന്താ പറയാ പൂർവികന്മാർ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഭൂമിയാണ്. മാത്രമല്ല ഈ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജില് ഒരു മുസ്ലിം ഇൻഹെബിറ്റന്റ് പോലും ഇല്ല, ഒരു മുസ്ലിം ആയിട്ടുള്ള താമസക്കാരൻ പോലും ഇല്ല. ഏതെങ്കിലും കാലത്ത് ക്ഷേത്രങ്ങളടക്കം, ക്ഷേത്രഭൂമി അടക്കം വഖഫ് ബോർഡിന്റെ കീഴിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇത് അന്വേഷിച്ചു പോയപ്പോ മനസ്സിലായ കാര്യം എന്താ? രാജഗോപാൽ എന്ന് പറയുന്ന ആളുടെ 1 ഏക്കർ ഭൂമി മാത്രമല്ല, തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജ് മുഴുവൻ, ഏതാണ്ട് 440 ഏക്കർ വരുന്ന തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജ് മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ എന്താണ് സുന്ദരേശ്വര സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന മാലോടിയതിന്റെ സുന്ദരേശ്വര സ്വാമി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. 1600 വർഷത്തെ പഴക്കം ആ ക്ഷേത്രത്തിന് അവകാശപ്പെടുന്നുണ്ട്. ഇസ്ലാം മതത്തിന്റെ ആകെ പ്രായം എന്ന് പറയുന്നത് 1414 വർഷമാണ് നമ്മൾ ആലോചിക്കണം. അതായത് അറേബ്യൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉടലെടുക്കുന്നതിന് മുൻപേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ഭൂമിയാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് മധ്യപ്രദേശിലുള്ള മുഗൾകാല നിർമ്മിതികളായിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ, അതായത് ബുറാൻപൂർ ഫോർട്ട് ഉൾപ്പെടെ നാദിർഷായുടെ ഉൾപ്പെടെയുള്ള ടോംബുകൾ ഉൾപ്പെടെയുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അത് ചാലഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ എത്തിയപ്പോ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിക്കുന്നത് കേട്ടു, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ഏത് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? നിങ്ങൾക്ക് താജ്മഹൽ വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? ഇന്ത്യ ഗേറ്റ് വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? ഇതിന് എന്ത് മാനദണ്ഡമാണുള്ളത്? ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല. അതുകൊണ്ടാണ് കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതുമായിട്ടുള്ള ഏത് ഭൂമിയും വഖഫ് ഭൂമിയാക്കി മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ ഈ നിയമത്തിലുള്ളത്. ഈ നിയമത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ്. ഇത് എന്തുകൊണ്ട് ഇത്രയും കാലം ചോദ്യം ചെയ്യപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇത്രയും കാലം മറിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ സംശയം. താങ്കളിലേക്ക് എത്താം. ഒ അബ്ദുള്ള ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഒ അബ്ദുള്ള,
വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് എന്തിനാണ്? കാരണം 1995 വഖഫ് ബോർഡ് ആക്ടും തുടർന്ന് വന്ന 2013 ഭേദഗതിയും വഖഫ് ബോർഡിന് സ്വകാര്യ ഭൂമിയിലടക്കം അമിതാധികാരത്തിന് പ്രയോജനപ്രദമാകുന്ന തികച്ചും ഏകപക്ഷീയമായ ചില നിയമങ്ങളാണ് കൊണ്ടുവന്നത്. എന്തിനാണ് ഇപ്പോൾ ഭേദഗതിയെ 2024 വരാനിരിക്കുന്ന ഭേദഗതിയെ എതിർക്കുന്നത്? എന്റെ മുമ്പ് സംസാരിച്ച മാന്യ സുഹൃത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണോ അതോ ആകാശത്ത് ചന്ദ്രനിലും മറ്റോ നടക്കുന്നതാണോ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഈ വഖഫ് ഭൂമികളൊക്കെ ഉള്ളത് ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വ മുതലായ ഗോളങ്ങളിലാണ്. ഞാൻ മലബാറുകാരനാണ്. ഞങ്ങളുടെയൊക്കെ ഈ ചുറ്റുപാട് പരിസരങ്ങളിലൊക്കെ വഖഫ് ഭൂമികളുണ്ട്. അവിടെ ഒന്നും ആരും വഴി നടക്കുന്നില്ല, അതിനോട് വഴി നടക്കാൻ അനുവദിക്കുന്നില്ല. എന്താണ് ഈ അതിശയോക്തി? എന്തെങ്കിലും ഒന്നിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ട് എന്ന് കരുതി ഒരു കാര്യത്തെ അതിശയോക്തിയോടുകൂടി അങ്ങ് പറഞ്ഞിട്ട് നമുക്കൊരു അത്ഭുതം തോന്നുകയാണ്. എവിടുത്തെ ഭൂമിയെ പറ്റിയാണ് ഈ പറയുന്നത്? വഖഫ് ഭൂമി നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? എത്ര വഖഫ് ഭൂമി ഞാൻ പറഞ്ഞേക്ക് എന്തോ തോന്നിപ്പോവുക. ഇപ്പൊ ഈ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ കാര്യങ്ങളിൽ ക്രമീകരണം വേണം എന്ന് നിലവിലുള്ള ഈ BJP സർക്കാരിന് അവര് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നതായ പല സൗകര്യങ്ങളും സൗജന്യങ്ങളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും അത് കുറേശ്ശെയായി വെട്ടിക്കുറച്ച് ഇല്ലാതാക്കാൻ. ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ 370 വകുപ്പ് അത് എടുത്തു കളഞ്ഞത് വലിയൊരു വീരകൃത്യമായിട്ട് ആണ് പറയാറ്. പക്ഷെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. ജമ്മു കാശ്മീർ എന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. 370 വകുപ്പിന്റെ ആനുകൂല്യത്തോടു കൂടി അവർ വേറെ സ്വതന്ത്രമായ പ്രദേശമായി നിൽക്കുക. അപ്പൊ ആ 370 വകുപ്പ് ഇല്ലാതാക്കി അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹരിച്ച് അത് വലിയൊരു കാര്യമാക്കി പറയാം. മുത്തലാഖ് എന്ന് പറയുന്നത് പൊട്ടത്തരം. ആ വാക്കിന്റെ അർത്ഥം പോലും പഠിക്കാതെ ഞാൻ പല ചാനൽ ചർച്ചയിൽ പറഞ്ഞു. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 കെട്ടാനുള്ളതായ അധികാര സ്വാതന്ത്ര്യമല്ല. മുത്തലാഖ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഒഴിവാക്കരുത്, യാതൊരു കാരണവശാലും ഒഴിവാക്കരുത്. പക്ഷേ അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കി വീണ്ടും തിരിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഒത്തുപോകില്ലെങ്കിൽ അവളെ ഒഴിവാക്കാം, വീണ്ടും തിരിച്ചെടുക്കാം. അങ്ങനെ 3 തവണ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാതെ പരമാവധി അവർക്ക് സംരക്ഷണം നൽകുന്നതിനാണ് മുത്തലാക്കുന്നത്. അത് ഇപ്പോ നിയമം അനുസരിച്ച് എന്താ? ഒരു സ്ത്രീയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവളങ്ങ് പോവുക, അവർക്ക് യാതൊരു അഭയമില്ലാതിരിക്കുക, അവൾ അലഞ്ഞു നടക്കുക, അവളുടെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞുകൂടുക. ഇതൊരു വലിയ കാര്യമായിട്ട് വാക്കുകൾ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും പഠിക്കുന്നില്ല. അറബി വാക്കങ്ങൾ കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാം. അതിന് പറ്റാത്ത ഈ വഖഫിനെ പറ്റി പറയുന്നത്. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇപ്പൊ ദേവസ്വത്തിന് ഭൂമിയില്ല. ഇവിടെ എന്റെ പ്രദേശത്ത് എന്താ പറയുന്നത് കടന്നമണ ദേവസ്വം വളരെ അകലെ മലപ്പുറത്ത് മങ്കടയിലാണ്. ആ കടന്നമണ ദേവസ്വത്തിന്റെ ഭൂമിയാണ് ഇവിടെ ഉള്ള വയല്. ഞാനുള്ളത് മുക്കം നഗരസഭയിലാണ്. അതുകൊണ്ട് എന്താ അതിലൂടെ വഴി നടക്കാൻ പറ്റൂല. അതിശയോക്തിക്കും മറ്റൊരു വിഭാഗത്തിന് നേരെ വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം. ശ്രീ അബ്ദുള്ള, ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. ഈ 1995 വഖഫ് ബോർഡ് ആക്ട് പോലെ 2013 വന്ന ഭേദഗതിയിൽ പറയുന്ന ഒരു ക്ലോസ് ഉണ്ടല്ലോ, അതായത് ഭൂമി കയ്യേറ്റക്കാർ എന്ന് വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ, അത് ഏതൊരു വ്യക്തിയും ആയിക്കൊള്ളട്ടെ, അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരോ കാലാകാലങ്ങളായി ലീസിന് കൈവശം വെച്ചിരിക്കുന്നവരോ ആരായാൽ പോലും വഖഫ് ബോർഡ് ഇവർ കുടിയേറ്റക്കാർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യേറ്റക്കാർ എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ ക്രിമിനൽ പ്രോസിക്യൂഷനും ഒഴിപ്പിക്കൽ നടപടിക്കുമുള്ള സാധ്യതയ്ക്ക് നിയമവശം നൽകുന്ന ഒരു ഭേദഗതിയായിരുന്നു. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഒരു ട്രൈബ്യൂണൽ ഉണ്ട്. ആ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് ഒരാൾ ഏകാംഗ ട്രൈബ്യൂണലല്ല. ആ ട്രൈബ്യൂണല് എന്താണോ വിധിക്കുന്നത് അതനുസരിച്ചായിരിക്കും. അല്ല, ആ ട്രൈബ്യൂണലിന്റെ അംഗങ്ങൾ ആരാണ് ശ്രീ അബ്ദുള്ള? ആ ട്രൈബ്യൂണലിൽ ഉൾപ്പെടുന്നവർ ആരാണ്? ഇതുമായി ബന്ധമുള്ളവർ തന്നെയല്ലേ? ബോർഡിലുള്ള അംഗങ്ങൾ തന്നെയല്ലേ? ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളവർ തന്നെയല്ലേ ട്രൈബ്യൂണലിലെ അംഗങ്ങൾ? അവരെ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതല്ല, അവർ പള്ളി കമ്മിറ്റിയോ മഹല്ല് കമ്മിറ്റിയോ തെരഞ്ഞെടുക്കുന്നതല്ല, ഏതെങ്കിലും മദ്രസയിൽ നിന്നുണ്ടാകുന്നവരല്ല. പക്ഷെ അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കും എന്നുള്ള ധാരണ തന്നെയല്ലേ വരേണ്ടത്? നിൽക്കട്ടെ, ശരി, ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആരാ ഇന്ത്യയുടെ? അവർക്ക് ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവില്ല.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലെയാണോ വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ? താങ്കൾ ചോദ്യത്തിന് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും അതൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാവും. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് എന്താ വന്നത്? ഈ ട്രൈബ്യൂണൽ നിലനിർത്താൻ ട്രൈബ്യൂണൽ വേണ്ടത് വെച്ചിട്ടില്ല. പക്ഷെ കലക്ടർക്കാണ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനാണ് അധികാരം. അവര് സ്വാധീനിക്കപ്പെടൂല. പുതിയ പരിഷ്കരിച്ച നിയമം പുതുതായിട്ട് കൊണ്ടുവന്നതനുസരിച്ച് അതിനുള്ള അധികാരം ജില്ലാ കലക്ടർക്കാണ് കൊടുത്തത്. അദ്ദേഹം സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ലോയുടെ കീഴിലാകുകയും ജില്ലാ കളക്ടർക്ക് അധികാരം നൽകുകയും ചെയ്യുന്നതല്ലേ? അതിനൊരു നിയമവ്യവസ്ഥിതിയില്ലേ? അവിടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ വരുന്നില്ല, മതസ്വാധീനങ്ങൾ വരുന്നില്ല. ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ചോദിച്ചതുപോലെ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ. അങ്ങനെ വ്യക്തികളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ട്രൈബ്യൂണൽ ആണ് എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് അവർക്ക് സ്വന്തമായ നിക്ഷിപ്തമായ താല്പര്യം ഉണ്ടാവില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നിക്ഷിപ്ത താല്പര്യങ്ങൾ. മലപ്പുറം ജില്ലയെ എപ്പോഴും ശരി, അങ്ങനെ അവർക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല എങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്തുകൊണ്ട് അത് നിയമപരമായി ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ, റവന്യൂ ലോയുടെ കീഴിൽ കൊണ്ടുവരാൻ എതിർക്കുന്നു? ഒരു നിയമവ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരാൻ എന്തിന് എതിർക്കുന്നു എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ്. അതായത് എല്ലാവർക്കും ഒരേ നിയമമാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രിബ്യൂണലിൽ ഇരിക്കുന്നവർക്ക് ആർക്കും തന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല, മറ്റ് സ്വാധീനങ്ങളില്ല എങ്കിൽ അതിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥയുണ്ടല്ലോ. അതിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ്? ചോദിക്കട്ടെ, ദേവസ്വത്തിന്റെ കാര്യത്തിൽ എന്താ അങ്ങനെ തീരുമാനമെടുക്കാത്തത്? ദേവസ്വത്തിന്റെ പല സ്വത്തുക്കളും സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ചരിത്രമാണ് നിർഭാഗ്യവശാൽ. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം സ്വകാര്യ വ്യക്തികളാണ് ഇപ്പോൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികളുടെയും നിർധനരുടെയും ഒക്കെ ഏക്കർ കണക്കിന് ഭൂമിയാണ് വഖഫ് ബോർഡിന്റെ കീഴിലുള്ളത്. സ്വന്തം മകളുടെ കല്യാണ ആവശ്യത്തിനു വേണ്ടി അതൊന്ന് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ വഖഫ് ബോർഡിന്റെ NOC സർട്ടിഫിക്കറ്റ് വേണം. താങ്കളൊരു ആങ്കർ എന്നുള്ള എനിക്ക് പറയാൻ അനുവദിക്കാൻ ഞാൻ ചർച്ച പങ്കെടുക്കുന്ന അർത്ഥമില്ല. താങ്കളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ. അപ്പൊ ഇതുപോലുള്ള പ്രശ്നം മനുഷ്യനെ പല കാരണങ്ങളാൽ പലതുകൊണ്ടും സ്വാധീനിക്കപ്പെടും. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ട്രൈബ്യൂണൽ സ്വാധീനിക്കപ്പെടുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ജില്ലാ കലക്ടർക്കോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനോ ആണ് അധികാരം. ഇത് അവർ സ്വാധീനിക്കപ്പെടൂല. അപ്പൊ ഇതൊക്കെ കാലങ്ങളായി വരുന്നതായ ഒരു അവസ്ഥയാണ്. അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ സങ്കല്പമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള സംഭവം പറയാം. ഒരു വഖഫ് ഭൂമിയിൽ നിന്ന് ഒരാള് വളരെ മാന്യനായ പരിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാൾ, അയാൾ ചെരുപ്പിട്ട് വന്നിട്ട് അയാൾ പിന്നെ ആ പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിൽ കയറുമ്പോൾ ആ ചെരുപ്പിൽ ആയ മണ്ണ് അവിടെ തന്നെ തട്ടി. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ തട്ടുന്നത്? ഈ മണ്ണ് ഈ വഖഫിൻ്റെതാണ്, അത് എന്റെ കാലിൽ ചെരുപ്പുമേൽ പുരണ്ടു, അത് ഞാൻ അങ്ങോട്ട് തന്നെ തട്ടിക്കളയാം. അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാവാക്കാണ്. അയാൾ അവിടെ തന്നെ തട്ടി. അത്ര വരെ സൂക്ഷ്മത പാലിക്കുകയാണ് വഖഫിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇത് ഒരു മതപരമായ ഒരു ആരാധന എന്ന് പറയും, വിവാദത്ത് നമസ്കാരമൊക്കെ പോലെയുള്ളതായ ഒരു വിവാദത്തെ മുസ്ലിങ്ങളുടെ ദൃഷ്ടി. അവർക്ക് അതിനൊന്നും യാതൊന്നും തന്നെ സ്വന്തമായി അനുഭവിക്കാൻ പാടില്ല. അത്രയും വിശുദ്ധം. അതുകൊണ്ടാണ് ഇത് കാലങ്ങളായി നിലനിൽക്കുന്നത്. അത് വലിയൊരു ഭാഗം പലരും അന്യാധീനപ്പെടുത്തി നല്ലൊരു ഭാഗം ഗവൺമെന്റ് എടുത്തത്. പശ്ചിമ ബംഗാളിൽ അതാണ് സംഭവിച്ചത്. അന്നൊരിക്കല് ബദറുദ്ദീൻ പാർലമെന്റിൽ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടുത്തെ അദ്ദേഹം മുസ്ലിംസിന്റെ അന്നത്തെ ഒരു MP, നിങ്ങൾ ഞങ്ങളുടെ ഭൂമി ഈ സ്വത്ത് വഖഫ് സ്വത്ത് ഇങ്ങോട്ട് വിട്ടു തന്നാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചോളാം. അതിന് മാത്രമാണ് അവിടെയൊക്കെ നടക്കുന്ന അട്രോസിറ്റീസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ, വാക്കിഫ് എന്ന് പറയും, വഖഫ് ചെയ്ത ആൾക്ക് വാക്കിഫ് എന്ന് അറബി പറയാം, വഖഫ് ചെയ്താൽ അയാളുടെ ഉദ്ദേശം എന്താണോ അതിൽ നിന്ന് കടുമണി മാറ്റാതെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനുകൂലമായത് എന്താണോ അത് ചെയ്യുക. അന്യാധീനപ്പെടുത്താനേ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ നിലനിർത്തുന്ന ഒന്നിൽ പോയി കൈകടത്തി ആ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണം. അല്ല, ഇതിൽ അന്യാധീനപ്പെടുന്ന വസ്തുക്കളല്ലല്ലോ, ഇതിനൊക്കെ ഉടമസ്ഥരുണ്ട്, സ്വകാര്യ ഭൂമികൾ തന്നെയാണ്. ശ്രീ ജോസഫ് ജൂഡ്, ഒരു വസ്തു അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള തികച്ചും ഏകപക്ഷീയമായ സ്വാതന്ത്ര്യം നിലവിലെ
നിയമപ്രകാരം വഖഫ് ബോർഡ് കൈക്കൊള്ളുന്നതാണ്. ഇത് ഏകപക്ഷീയമായ ഒരു നിയമമാണ് എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? 1995 ഈ വഖഫ് നിയമം അത് ചില വ്യവസ്ഥകൾ തീർച്ചയായും ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിനെ അധികാരപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സെക്ഷൻ 40, ഒരു സ്വത്ത് വഖഫാണെന്ന് തോന്നിയാൽ അതിനെപ്പറ്റി അന്വേഷിക്കാനും അത് വഖഫ് ബോർഡിൻ്റെതാക്കി മാറ്റുന്നതിനും ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനുണ്ട് വഖഫ് ബോർഡിന് ഈ സെക്ഷൻ 40 അധികാരം നൽകുന്നുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ട്രിബ്യൂണലിന്റെ കാര്യം. അവിടെയൊക്കെ ഒരു ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്റെ വാദം പോലും ഉന്നയിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ചില വ്യവസ്ഥകൾ, ചില സെക്ഷൻസ് ഈ നിയമത്തിലുണ്ട് എന്നുള്ളത് സാമാന്യ നീതി പലർക്കും നിഷേധിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ഇപ്പൊ നമ്മൾ കടപ്പുറത്തെ ഈ മുനമ്പം കടപ്പുറത്തെ വിഷയം തന്നെ നമുക്ക് സമീപിച്ച് നോക്കാം. അവിടെ വാസ്തവത്തിൽ 1902 ഐല്യം രാജാവ് ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് 404 ഏക്കർ ഭൂമിയാണ് കൃഷി നൽകുന്നതിന് വേണ്ടി ഈ ഈട് നൽകുന്നത്. അത് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശിയായ സിദ്ദിഖ് സേട്ട്, സത്താർ സേട്ട് ആയിരുന്നു ആദ്യം ഈ ഭൂമി ഐല്യം രാജാവിൽ നിന്ന് മഹാരാജാവിൽ നിന്ന് വാങ്ങുന്നത്, ലീസിന് വാങ്ങുന്നത് 404 ഏക്കർ ഭൂമി. അത് 1948 സത്താർ സേട്ടിന്റെ പിന്തുടർച്ച ഉള്ള സിദ്ദിഖ് സേട്ട് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത്. ആ സമയം നമുക്കറിയാം കടൽ ഭിത്തി ഇല്ലാതെ ഇരുന്നു. കടൽക്ഷോഭം മൂലം ഈ 404 ഏക്കർ ഭൂമി 114 ഏക്കറായിട്ട് ചുരുങ്ങി. ഈ 114 ഏക്കറും 60 ഏക്കർ ഭൂമിയുമാണ് സത്താർ സേട്ടിന്റെ പിന്തുടർച്ച ഉള്ള സിദ്ദിഖ് സേട്ടിനെ കൈമാറുന്നത്. ഈ ഭൂമിയാണ് 1950 ഇതിനിടയിൽ കുടിയാന്മാർക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുന്നുണ്ട്. 1950 ഇത് ഫറൂഖ് കോളേജിന് തീരാധാരമായി നൽകുന്നത്. വഖഫ് ബോർഡിനല്ല. സാധാരണ അന്ന് വഖഫ് ബോർഡ് വഖഫ് നിയമം വന്നിട്ടില്ല. 1954 ജവഹർലാൽ നെഹ്റു ആദ്യമായി ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ 1950 സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൈമാറുന്നു. സർവ്വവിധ ക്രയവിക്രയ അംഗീകാരത്തോടെയും ക്രയവിക്രയം ചെയ്യാനുള്ള അനുവാദത്തോടെയും കൂടിയാണ് ഈ ഫറൂഖ് കോളേജിന് ഈ ഭൂമി കൈമാറുന്നത്. അത് അങ്ങനെ കൈമാറി. അതിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തദ്ദേശീയ മത്സ്യത്തൊഴിലാളികളുമായി തർക്കങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഹൈക്കോടതി തന്നെ ഈ ഭൂമി വാസ്തവത്തിൽ ഫറൂഖ് കോളേജിൻ്റെതാണെന്ന് വിധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജ് തന്നെ അന്നത്തെ വിപണി വിലയ്ക്ക് അവിടുത്തെ തദ്ദേശവാസികൾക്ക് വിപണി വിലയ്ക്ക് വിറ്റ ഭൂമി അവര് കരമടച്ച് പോക്കുവരവ് ചെയ്ത് കരമടച്ച് ഉപയോഗപ്പെടുത്തുന്ന ഈ ഭൂമിയാണ് ഇപ്പോൾ 2022 വഖഫ് ബോർഡ് അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ആ രീതിയിൽ അവിടെ 610 കുടുംബങ്ങൾ, ഒരു കാത്തലിക് ചേർച്ച്, ആ പള്ളിയുമായി ബന്ധപ്പെട്ട വൈദിക മന്ദിരം, ഒരു കോൺവെന്റ്, ഇതെല്ലാം ഇപ്പോൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. കാരണം അവരുടെ റവന്യൂ അവകാശങ്ങൾ റൈറ്റ്സ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ വിധത്തിൽ ഈ വഖഫ് നിയമത്തെ ഭൂമി അന്യായമായി കൈവശപ്പെടുത്താൻ ഉപയോഗിക്കുന്നിടത്താണ് ഈ വഖഫ് നിയമത്തിലെ ഇപ്പോഴുള്ള ഭേദഗതി പ്രസക്തമാവുന്നത്. കാരണം അകാരണമായി അന്യായമായി ഭൂമി കൈവശം വയ്ക്കാനായി ഈ നിയമം ചില സ്റ്റേറ്റ് ബോർഡ്സ് എങ്കിലും വഖഫ് ബോർഡ്സ് എങ്കിലും ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെയാണ് വാസ്തവത്തിൽ ഈ ഇപ്പോഴുള്ള ഭേദഗതിയുടെ റിലവൻസ് വരുന്നത്. കാരണം അതിനൊരു നീതമായ ഒരു ന്യായമായ ഒരു പരിഹാരം പലയിടങ്ങളിലും വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ട്രിബ്യൂണൽ തീരുമാനം അന്തിമമായിരിക്കും എന്ന് സെക്ഷൻ 40 ഓഫ് 1995 ആക്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ ട്രിബ്യൂണലിന്റെ വിധി അന്തിമമല്ലെന്നും അതിന് അപ്പീൽ നൽകാമെന്നുമുള്ള ഭേദഗതി അത് ആർക്കാണ് സ്വീകരിക്കാതിരിക്കാൻ കഴിയുക? അത്തരത്തില് ഒരു ന്യായം ഉള്ള ചില ഭേദഗതികളുണ്ട്. ആ ഭേദഗതികളെ വാസ്തവത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ ഈ 40ഓളം അമെന്റ്മെന്റ്സ് ആണ് വാസ്തവത്തിൽ 1995 ആക്ടില് 40ഓളം അമെന്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം സ്വീകാര്യമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വഖഫ് ബോർഡ് അന്യായമായി മറ്റു മതസ്ഥരുടെ, മറ്റ് ഇന്ത്യൻ പൗരന്മാരുടെ ഭൂമി കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ചില വ്യവസ്ഥകളെങ്കിലും സഹായകരമാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ രീതിയിൽ
ആ രീതിയിൽ വഖഫ് ബോർഡിലെ ഈ നിയമ ഭേദഗതികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ശരി, ശ്രീ ശങ്കുറ്റി ദാസ്, നേരത്തെ ശ്രീ ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ച ചില വസ്തുതകൾ എന്ന് പറയുന്നത് ഭൂമി അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും ഇനി അഥവാ പരാതി ഉണ്ടെങ്കിൽ അത് ട്രിബ്യൂണൽ പരിഹരിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുമായിരുന്നു. എങ്ങനെയാണ് ഈ വാദങ്ങളെ താങ്കൾ കാണുന്നത്? അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ തോന്നി ഞാൻ ചന്ദ്രനിലുള്ള ഏതോ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഏത് കാര്യത്തെയാണ് അദ്ദേഹം എതിർക്കുന്നതാണ് എന്റെ ചോദ്യം. അതായത് 9 ലക്ഷം ഏക്കർ ഭൂമി എന്ന് വഖഫ് ഭൂമിയാണെന്നുള്ള കാര്യം അദ്ദേഹം എതിർക്കുന്നുണ്ടോ? അങ്ങനെ വഖഫ് ഭൂമി കഴിഞ്ഞ 20 വർഷത്തിനിടയിലാണ് ഏതാണ്ട് ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചത് എന്നത് അദ്ദേഹം എതിർക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നിന്ന് 3ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമസ്ഥൻ വഖഫ് ബോർഡാണ് എന്നുള്ള കാര്യം അദ്ദേഹം എതിർക്കുന്നുണ്ടോ? വഖഫ് നിയമത്തിൽ സെക്ഷൻ 40 എന്ന് പറയുന്ന പ്രൊവിഷൻ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡ് തന്നെയാണ് കൊടുക്കുന്നത് എന്ന പ്രൊവിഷൻ അദ്ദേഹം എതിർക്കുന്നുണ്ടോ? ഇതൊക്കെ വസ്തുതകളായി നിൽക്കുമ്പോൾ തിരുച്ചെന്തുരൈ ഗ്രാമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. തിരുച്ചെന്തുരൈ ഗ്രാമത്തിന്റെ മാത്രം കാര്യമല്ല, തമിഴ്നാട്ടിലെ ട്രിച്ചി എന്ന് പറയുന്ന തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിലെ ഏതാണ്ട് 14 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് തമിഴ്നാട് വഖഫ് കൗൺസിൽ പറയുന്നത്. മുഗൾ ഭരണകാലത്തെ മുഴുവൻ പ്രോപ്പർട്ടികളും വഖഫ് പ്രോപ്പർട്ടികളാണെന്നാണ് മധ്യപ്രദേശ് വഖഫ് ബോർഡ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് മുൻപത്തെ വിഷയം മാത്രമല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന തിരൂർ കോടതിയിൽ അറക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. 2013 മുമ്പ് നടന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അത് ഹൈക്കോടതിയിൽ പോയപ്പോൾ സിവിൽ കോടതിക്ക് കേൾക്കാനുള്ള അധികാരം ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കേൾക്കുന്നത്. ഇങ്ങനെ എത്ര വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം നടത്തുന്ന ഒരു താരതമ്യം വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഭൂമി ഇല്ലേ എന്നുള്ളതാണ്. ദേവസ്വം നിയമവും വഖഫ് നിയമവും തമ്മിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല. ഇത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ, പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. നേരെ തിരിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതല്ല. അത് നിയമസഭ പാസ്സാക്കിയ ഒരു സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമുള്ള ഒരു സംവിധാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വഖഫ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ടല്ലോ. അതുപോലെ ദേവസ്വം ബോർഡിന് ഒരു അധികാരം ഉണ്ടോ? രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് തീരുമാനിക്കാനും നാളെ മുതൽ ഇത് ദേവസ്വം ഭൂമി ആയിരിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും ദേവസ്വത്തിന് അധികാരമുണ്ടോ? ഇനി ഏതെങ്കിലും ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് ദേവസ്വം ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ദേവസ്വം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിച്ചിട്ടുള്ള ദേവസ്വം ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രൈബ്യൂണലിനെ സാധിക്കുള്ളൂ എന്നൊരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടോ? ആ ട്രൈബ്യൂണലില് ജഡ്ജി മാത്രം പോരാ, ഹിന്ദു നിയമ വിശാരദനായിട്ടുള്ള ഹിന്ദു പണ്ഡിതൻ കൂടി വേണം എന്നൊരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടോ? ദേവസ്വത്തിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോയാൽ ദേവസ്വം ബോർഡുകൾ സിവിൽ കോടതിയിൽ പോയിട്ട് കേസ് നടത്താനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് ദേവസ്വത്തിന് വേണ്ടി സ്വന്തമായിട്ട് ട്രൈബ്യൂണലോ ദേവസ്വത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാധനങ്ങളോ ഇല്ല. ഇനി പോട്ടെ, വഖഫ് നിയമത്തിലെ പ്രൊവിഷൻസ് നോക്കൂ. വഖഫിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥനെയും പബ്ലിക് സർവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മുത്തവല്ലി ഉൾപ്പെടെ, അതായത് വഖഫ് കൗൺസിലിലെ അംഗങ്ങൾ, വഖഫ് ബോർഡിലെ അംഗങ്ങൾ, മുത്തവല്ലി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എന്താണ്? പബ്ലിക് സർവൻസ് ആണ്. IPC സെക്ഷൻ 24 ഡെഫിനിഷനിൽ വരുന്ന പബ്ലിക് സർവന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ സിഇഒനെ അപ്പോയിന്റ് ചെയ്യുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ വഖഫ് ബോർഡിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ സിഇഒക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ടുള്ള സർക്കാരിന് സമാനമായിട്ടുള്ള അധികാരങ്ങളാണ്. നിയമത്തിലെ സെക്ഷൻ 28 പ്രകാരം ഏത് സർക്കാർ രേഖയും പരിശോധിക്കാനും വിളിച്ചു വരുത്താനും എക്സ്പെക്ട് ചെയ്യാനുമുള്ള അധികാരം സിഇഒക്ക് ഉണ്ട്. സെക്ഷൻ 29 പ്രകാരം വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരം സിഇഒക്ക് ഉണ്ട്. റവന്യൂ രേഖകളിൽ മ്യൂട്ടേഷൻ വരുത്തണം എന്ന് പറയാനുള്ള അധികാരം സിഇഒക്ക് ഉണ്ട്. ഇങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള സർവാധികാരിയായിട്ടുള്ള ഒരു സിഇഒനെ നിയമിച്ചുകൊണ്ട് റവന്യൂ രേഖകൾ തിരുത്താനും ജില്ലാ കളക്ടർക്ക് വരെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഏത് രേഖകൾ വിളിച്ചു വരുത്താനും പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് നിയമത്തിന് കീഴിലുണ്ടോ? അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്ത് താരതമ്യമാണുള്ളത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ ഒരു സംവിധാനമാണെങ്കിൽ വഖഫ് കൗൺസിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ 3ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമയും എത്ര ഭൂമി വേണമെങ്കിലും ഇനിയും വഖഫ് ഭൂമിയാക്കി മാറ്റാൻ അധികാരം നിയമപ്രകാരം കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി പോട്ടെ, ഈ സെക്ഷൻ 40 മാത്രമല്ല, നമ്മുടെ വഖഫ് ആക്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വഖഫിന്റെ സാമ്പ്രദായിക സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമപ്രകാരമുള്ള വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് അലൽ ഔലാദ് എന്ന് പറയുന്ന വഖഫാണ്. അവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഭൂമി വഖഫ് ആവണമെങ്കിൽ, പ്രോപ്പർ വഖഫ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കേണ്ടത്? അത് ചെയ്തിരിക്കുന്നത് ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം, വാക്കിഫ് എന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദ പ്രസൻസ് ഓഫ് വിറ്റ്നസസ് എന്നുണ്ട്. ആ ഭൂമി അയാൾക്ക് നിയമപ്രകാരം അധികാരപ്പെട്ട ഭൂമി ആയിരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ 1995 വഖഫ് നിയമത്തിൽ പറയുന്നത്
രണ്ട് തരം വഖഫുകളെ പറ്റിയിട്ടാണ്. ഒന്ന് വഖഫ് അലൽ ഔലാദ്, നിയമപ്രകാരമുള്ള വഖഫ്. രണ്ട് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു പുതിയ വഖഫ്. ഇത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പ്രാക്ടീസ് ഇല്ലാത്തൊരു വഖഫാണ്. ഉപയോഗം കൊണ്ട് ഒരാൾക്ക് ഒരു ഭൂമി വഖഫ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ ഭൂമിക്ക് മേലൊരു അധികാരം വരികയും അങ്ങനെ അധികാരം വന്നിട്ടുള്ള ഭൂമി നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള പുതിയ അമെന്റ്മെന്റിൽ വഖഫ് ബൈ യൂസർ പൂർണ്ണമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ദേവസ്വം ബോർഡുകളുടെ അധികാരവുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന അധികാരങ്ങളെ അല്ല. ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ലാൻഡ് ഗ്രാബിങ്ങിന് സാധിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ഫ്രാങ്കൻസ്റ്റീനെ അഴിച്ചുവിട്ടതുപോലെയുള്ളതാണ്. നിങ്ങൾ നോക്കൂ, 2013 വഖഫ് അമെന്റ്മെന്റ് വന്നപ്പോ അന്നത്തെ UPA സർക്കാർ ചെയ്തത് ഡൽഹിയിലെ പ്രൈം ലൊക്കേഷൻസിലുള്ള 123 ഡൽഹിയിലെ ലൂട്ടിയൻസ് ബംഗ്ലകൾ അല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട VVIP പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡിന് കൈമാറുകയാണ്. അതിന്റെ പഴയകാല യൂസേജ് ഇസ്ലാമിക് പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന്റേതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1947 ബ്രിട്ടീഷുകാർ പോകുമ്പോ ഇന്ത്യൻ ഗവൺമെന്റിന് കൈമാറി 75 കൊല്ലമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൈവശം വെച്ചിരുന്ന പ്രോപ്പർട്ടി ഈ പറയുന്ന 2013 അമെന്റ്മെന്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് വഖഫ് ഭൂമിയായി മാറുകയാണ്. കാരണം അതിന് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് യൂസേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിയമത്തിലുള്ള സകലവിധമായിട്ടുള്ള ദുരുപയോഗങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. ഈ വഖഫ് ആക്ടിലെ സെക്ഷൻ 107 ഞാനൊന്നുകൂടി പറയാം. സെക്ഷൻ 107 എന്താ? ലിമിറ്റേഷൻ ആക്ട് വഖഫ് നിയമത്തിന് ബാധകമല്ല. ബാക്കിയുള്ള ഏത് നിയമത്തിനാണെങ്കിലും ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു കേസ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 1 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ലിമിറ്റേഷൻ ഉണ്ട്. ഈ വഖഫ് ആക്ട് സെക്ഷൻ 107 പറയുന്നു വഖഫ് ആക്ടിന് ലിമിറ്റേഷൻ ആക്ട് ബാധകമായിരിക്കില്ല. സെക്ഷൻ 108A പറയുന്നു ദ വഖഫ് ആക്ട് shall have overriding effect over all other acts. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ഏത് നിയമവും വഖഫ് ആക്ടിന് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ only the വഖഫ് ആക്ട് shall prevail. It will have overriding effect. മറ്റു നിയമങ്ങൾക്കെല്ലാം മുകളിൽ വഖഫ് ആക്ട് നിലനിൽക്കും. ഇത്രയും അധികാരമുള്ള ഒരു നിയമം വേറെ ഏത് മതവിശ്വാസങ്ങൾക്കാണുള്ളത്? വേറെ ഏത് സംവിധാനത്തിനാണുള്ളത്? അതുകൊണ്ടല്ലേ 4 ലക്ഷം ഏക്കർ ഭൂമി വെറും 25 വർഷം കൊണ്ട് നമ്മൾ 9 ലക്ഷം ഏക്കർ ഭൂമിയാക്കി മാറ്റുന്ന മഹേന്ദ്രജാലങ്ങൾക്ക് സാധിച്ചത്. അതെ ശ്രീ ഒ അബ്ദുള്ള, അതിന് മറുപടി ഇവിടെ താങ്കൾ ഉന്നയിച്ച ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി തന്നെ ശ്രീ ശങ്കുറ്റി ദാസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ വഖഫ് ബോർഡ് ആക്ടിലുള്ള ദുരുപയോഗങ്ങളെയാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. അതിനെ എന്തിനാണ് എടുക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞു ട്രൈബ്യൂണലാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. അതിനൊരു അപ്പീൽ പ്രൊവിഷൻ പോലും അനുവദിക്കാത്ത വിധം ഭേദഗതിയെ എതിർക്കുന്നത് എന്തിനാണ് എന്നുള്ള സാമാന്യ ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനൊന്നും ഉയരില്ല. നിങ്ങൾ ഉയർത്തുക മീഡിയകള്, അങ്ങനത്തെ പ്രശ്നമില്ല. ഇദ്ദേഹത്തിന് വാൽമ ഞാൻ ചവിട്ടിപ്പോയ മാതിരിയുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഇത്ര കൂടി ആവേശത്തോടുകൂടി ഇങ്ങനെ പറയുന്ന കാര്യം എന്താ ഉണ്ടായത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. കൃഷ്ണൻ സിംഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൃഷ്ണന് വാലുണ്ട് എന്നാ, സിംഹത്തിന് വാലുണ്ട്, അതുകൊണ്ട് കൃഷ്ണന് വാലുണ്ട് എന്നതിന്റെ അർത്ഥം ശൗര്യത്തിൽ കൃഷ്ണനും സിംഹവും ഒരുപോലെ എന്നാ. അതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അത് ഇങ്ങനെയൊക്കെ കൂടി ചൂടാണ്ട് കാര്യം എന്താ? ഇവിടെ പ്രശ്നം എന്താ? വഖഫ് എന്ന് പറയുന്നത് മതപരമായ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആരാധനയാണ്. ആരാധന എന്ന് പറയുന്നത് വെറും ദൈവത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കൽ മാത്രമല്ല. ഇസ്ലാമിൽ നോമ്പ് എടുക്കൽ ആരാധനയാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോലെ ആരാധനയാണ്. അതുപോലത്തെ ഒന്നാണ് ഈ സ്വത്ത് പള്ളിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ പൊതു കാര്യങ്ങൾക്കോ വേണ്ടി ദാനം നൽകുക എന്നുള്ളത്. അത് തിരിച്ചെടുക്കാൻ പാടില്ല. അത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി കുറെ വ്യവസ്ഥകളുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് സതുദ്ദേശത്തോടു കൂടി ആയിരിക്കണം. അങ്ങനത്തെ ആളുകൾ അത് സ്വീകരിക്കുക. അതിന്റെ ആധാരം എന്ന് പറയുന്നത് അതിനുണ്ടാവും. നേരത്തെ ഇയാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും നമ്മൾ ഒപ്പം വെക്കുക, ആർക്കും എന്തും ചെയ്യാ, അങ്ങനൊന്നല്ല. അതിന്റെ ആധാരം, അടിയാധാരം മറ്റുണ്ടാവും. അത് ആ വ്യവസ്ഥകളോട് കൂടി മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നീട് ഉദാഹരണമായിട്ട് പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്ന ആണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. ആരാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കുടുംബത്തിന് മൂത്ത ആള് ഖുർആൻ പാരായണം ചെയ്യണം. ശേഷം അദ്ദേഹത്തിന്റെ മകൻ കാലങ്ങളായിട്ട് അതങ്ങനെ തുടർന്ന് പോരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ ഒരു ഇബാദത്ത്, ഒരു ആരാധന, ഇതിനകത്ത് അന്യ സമുദായക്കാർ വരുന്നുണ്ടെങ്കിൽ അതുപോലെ അത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചുകാലം കഴിയുമ്പോൾ പള്ളിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് പറയേണ്ടി വരും. അങ്ങനെ നൽകുന്നതിന് ഞങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ല. പക്ഷേ ഖുർആൻ ഓതാൻ കഴിയില്ല, കൈകാറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മതപരമായ കാര്യങ്ങൾ കൈകടത്തുമ്പോൾ
ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാതെ ഇപ്പൊ ഈ ഹിന്ദുത്വ അവരുടെ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വഖഫ് ഭൂമിയിൽ കടന്നു പിടിച്ചിരിക്കുകയാണ്. ആ കടന്നു പിടിക്കുമ്പോൾ ബന്ധപ്പെട്ട സമുദായം തീർച്ചയായും അതിനെ ചെറുക്കും. ഒരു സംശയം വേണ്ട, അതുകൊണ്ട് നടപ്പാക്കാൻ അറിയിക്കില്ല. ബാക്കിയുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, കാരണം മറുപടി അറിയിക്കുന്നില്ല. അതിന്റെ നല്ല വശങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണോ? എന്തായാലും നല്ല വശമുണ്ട്, നിങ്ങൾ പറ. ട്രൈബ്യൂണലിന് ഒരു അപ്പീൽ പ്രൊവിഷൻ പോകുന്നതിന് പോലും നടപ്പാക്കാത്ത വിധം ട്രൈബ്യൂണൽ തന്നെ അന്തിമമായി തീരുമാനിക്കും എന്നുള്ള വസ്തുത. അതുമാത്രമല്ല, വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവൻ കുടിയേറ്റക്കാരനാണ്, കയ്യേറ്റക്കാരനാണ് എന്ന്. ഉടൻ തന്നെ അയാൾക്കെതിരെ ക്രിമിനൽ നടപടിച്ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇതൊക്കെ അതിന്റെ ദുരുപയോഗങ്ങൾ തന്നെയല്ലേ? അല്ല, അത്തരം ദുരുപയോഗങ്ങളൊക്കെ അടക്കണം, അതെല്ലാം പരിഷ്കരിക്കണം. അതിലൊരു പരിഷ്കരണം പാടില്ല എന്നും ആരും പറയുന്നില്ല. അതെ, അതിനാണല്ലോ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഭേദഗതി ബില്ലിനെ തന്നെ അപ്പാടെ എതിർക്കുകയല്ലേ? ഇല്ല, അപ്പാടെ എതിർക്കുന്നില്ല. അതിനകത്ത് 40ാമത്തെ സെക്ഷനെയാണ് കാര്യമായി എതിർക്കുന്നത്. അതല്ലാതെ എല്ലാവരും അപ്പാടെ എതിർക്കുന്നില്ല. നിലവിൽ അപ്പോൾ അതിലെ നല്ല മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് ശ്രീ ഒ അബ്ദുള്ള ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും നല്ല മാറ്റങ്ങളെ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തണം. അതിന്റെ വളർച്ചയ്ക്ക് ഈ വഖഫ് സ്വത്തുകൾ പിന്നെ ഒരുപാട് അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ എന്ത് നടപടികളാണോ സ്വീകരിക്കാൻ കഴിയുക അത് സ്വീകരിക്കണം. അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണോ അത് ചെയ്യണം. അത് ദുരുപയോഗപ്പെടുത്താൻ അനുവദിക്കരുത്. അതിന് വിശ്വാസമുള്ള, മതത്തിൽ ദൈവത്തിൽ ഭയമുള്ള, ഇതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ഒരു മണ്ണ് പിന്നെ ചെരുപ്പിന്റെ അടിയിൽ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് തന്നെ തട്ടാൻ മാത്രം ദൈവബോധമുള്ള ആൾക്കാരായിരിക്കും അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇത്രത്തോളം സൂക്ഷ്മതയുള്ള ആൾക്കാരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്രയോ ഭൂമികൾ ഇപ്പോൾ ഇവിടെ കണ്ണായ സ്ഥലത്ത് സുരക്ഷിതമായി നിലനിൽക്കുന്ന വഖഫ് ഭൂമി ആയതുകൊണ്ടാണ്. നിങ്ങളെ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഒന്നാന്തരം ഭൂമി അങ്ങനെ കിടക്കുന്നത്. അതൊക്കെ ഈ ഇതിന്റെ ആദായം, അതുകൊണ്ടാണ് നാളെ റവന്യൂ ആദായം, കണ്ണായ ഭൂമിയിലുള്ള റവന്യൂ ആദായവും കൂട്ടിച്ചേർക്കേണ്ടതല്ലേ? അതിനൊരു കമ്മിറ്റി ഉണ്ടാവും. പള്ളിയാണ് നിയന്ത്രിക്കുക. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടുത്തെ കശുവണ്ടി ലേലം ചെയ്യും. അല്ലെങ്കിൽ അതുപോലത്തെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചക്ക മാങ്ങ എന്തുണ്ടെങ്കിലും ലേലം ചെയ്യും. നല്ല വിലക്ക് വിറ്റു. ഒരു കോഴിമുട്ടൊക്കെ 250 ഉറുപ്പ്യൊക്കെ ലേലം ചെയ്യുന്നുണ്ട് പള്ളിയിൽ. ഒരു കോഴിമുട്ടയ്ക്ക് 250 ഉറുപ്പ്യ എത്തിക്കാൻ കഴിയും. അതൊക്കെയാണ് പള്ളികൾ വരുമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്. ശരി. ഡോക്ടർ ആരിഫ് ഹുസൈൻ, വഖഫ് ബോർഡ് ആക്ടിനെ അപേക്ഷിച്ച് ഭേദഗതി ബില്ലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് അനിവാര്യം എന്നുള്ള അഭിപ്രായമുണ്ടോ? ഈ വഖഫ് ബോർഡ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ചർച്ച നമ്മൾ നടക്കുന്നതിൽ നിന്നും വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ വേറെയും കുറെ കാര്യങ്ങളിലൂടെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ ജാക്കിർ നായിക്കിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവർ വന്നുകൊണ്ട് പറയുന്നത് ഇത് തള്ളിക്കളയണം, ഇത് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി, അത് അപഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്, അതുകൊണ്ട് ഇത് എന്ത് വില കൊടുത്തും ഇതിനെ എതിർക്കണം, ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. ഒരു വശത്ത് ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള അതിന്റെ വിവിധ മേഖലകളിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കയ്യിൽ സ്പീക്കറും ഒക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ വലിയ പ്രചാരണം നടത്തുന്ന കാഴ്ച അതിവിടെ നമ്മൾ കാണുന്നു. അപ്പൊ ഇപ്പോ സംഭവിക്കുന്ന എന്താണ്? ഇതിന് മറുപടി എന്നോണം വ്യാപകമായിട്ട് ഇതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ ശരി തെറ്റുകളെ അല്ലെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും കാണാനോ അല്ലെങ്കിൽ പഠിക്കാനോ അത് മനസ്സിലാക്കാനോ ഒരു ചെറിയ ശ്രമം പോലും നടത്തുന്നതിന് പകരം ഇത് കണ്ണുമടച്ച് ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് ഇത് നടത്തണം, ഇത് രാജ്യ താല്പര്യമാണ് എന്ന ഒരു സന്ദേശം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെതിരെ ഒരു മൂവ്മെന്റ് ആയിട്ട് ഇന്നിപ്പോ BJP ഇതിലേക്ക് വരുന്നു. ഇതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. സത്യത്തിൽ ഈ തരത്തിലുള്ള ഭേദഗതികൾ അത് നടത്തേണ്ട നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നിയമത്തിനും അതിനകത്തൊരു ഒഴികഴിവില്ല, ഒരു എക്സെപ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഏത് തരം നിയമമായാലും ശരി. നമ്മളിവിടെ IPCയിലുള്ള നിയമങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും അതിനെ ഭേദഗതി നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഭരണഘടനയിലടക്കം ഭേദഗതികൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോഴെല്ലാം
രാജ്യത്തെ നിയമങ്ങൾ കാലാനുസൃതമായി അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിലൂടെ പോകേണ്ട കാര്യങ്ങൾ, അതിനകത്ത് ശരി തെറ്റുകൾ, അതിനകത്തുള്ള വിയോജിപ്പുകൾ, യോജിപ്പുകൾ ഇതെല്ലാം ചർച്ച ചെയ്തു പോകേണ്ടതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് ഇത് ഞങ്ങൾക്കെതിരെയുള്ള എന്തൊരു സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഈ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് മാത്രമല്ല, അതേ രീതിയിൽ ബാക്കിയുള്ള ആളുകളെ കൊണ്ടുകൂടി ചിന്തിപ്പിക്കാനും ആ രീതിയിൽ അവരെ അങ്ങനെ ചിന്തിച്ചാൽ മതി, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന രീതിയിലേക്ക് അതിനെ നോർമലൈസ് ചെയ്ത് കൊടുക്കുന്നതും കൂടിയായിട്ടുള്ള ഒരു വലിയ കുഴപ്പം പിടിച്ച പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യമാണ് ഇതിനകത്ത് ഞാനൊരു പ്രശ്നമായിട്ട് കാണുന്നത്. ഒന്ന്, വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചില തെറ്റായിട്ടുള്ള കമ്പാരിസൺസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ളതാണ് ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടത്. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ ഇത് ശരിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ അതിനെ ചൂഴ്ന്ന് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒരു പെശകൊണ്ട് എന്ന് നമ്മൾ വരും, അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ആ രീതിയിൽ കമ്പാരിസൺ ഇല്ലാത്ത മറ്റൊരു സംഗതിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട, ആ രീതിയിൽ തന്നെ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു നിയമമാണ് ഇത്. അറബ് രാഷ്ട്രങ്ങളിലടക്കം, ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം ഈ രീതിയിൽ ഒരു സാധനമില്ല. ഇത് ഇസ്ലാമുമായിട്ട് നേരിട്ടൊരു ബന്ധവും ഇല്ല. എന്നിരിക്കെ ഇത് മുസ്ലിങ്ങളുടെ മേലെ അവരുടെ എന്തോ ഒരു ബാധ്യതയാണ് എന്നുള്ള രീതിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു സാധാരണ മുസ്ലിമിന് ഒരു ചെറിയ ഗുണം പോലും ഇല്ലാത്തൊരു സംഗതി ഇത് വേറെ കുറെ ആളുകൾക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ട് വെക്കുന്നതിനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു സ്വകാര്യ സംരംഭമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമായിട്ട് മാറുന്നു. ഇതാണ് അവിടുത്തെ വിഷയം. ഇവിടെ നമ്മൾ നേരിടുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു വിഷയത്തെയാണ്. അതിനകത്ത് മറ്റു മതവിഭാഗത്തിലുള്ള ആളുകൾ പോലും പെടുന്നു. ഇപ്പോ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമം മുഴുവൻ ഇതിന്റെ കീഴിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചിരുന്നത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? വിരൽ ചൂണ്ടി ഇന്നത് നമ്മുടെ മീശ പിരിക്കുന്ന കഥ നമ്മളൊന്ന് പറഞ്ഞു, മീശമാധവന്റെ കഥ. മീശമാധവൻ ഒരു സ്ഥലം നോക്കി മീശ പിരിച്ചാൽ അത് പിന്നെ വഖഫിന്റെ ആ പ്രോപ്പർട്ടിയായി മാറുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇനി അതിനകത്തൊരു തർക്കം ഉന്നയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാ സാധിക്കുക? ഇതൊന്നും അല്ല അതിന്റെ രീതി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താനും അതേ വഴികളിലൂടെ പോകേണ്ടതുണ്ട്. അതിന് പകരം അത് മതം ഇങ്ങനെയാണ്, അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണുരുട്ടുന്ന ഒരു പരിപാടി, അത് ഏത് മതം എടുത്താലും അത് എതിർക്കപ്പെടും. അതിവിടെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എതിർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ ഭാഗത്ത്, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ എന്തുകൊണ്ട് അത് എതിർക്കപ്പെടുന്നില്ല? ഇതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെയും അത് ചെയ്യാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തേക്ക് ഇത് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ ആരാണ് ഇതിന് വഴിവെക്കുന്നത്? ഇത് പറയുന്നത് മുഴുവൻ ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കുന്നു അല്ലല്ലോ. ഇത് ഇപ്പോ തമിഴ്നാട്ടില് അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം സ്ഥലം അത് വിൽക്കാൻ സാധിക്കാതെ വരുമ്പോ, അതൊരു പ്രശ്നമായിട്ട് വരുമ്പോ, അത് കോടതികളിൽ എത്തുമ്പോൾ, അതിന്റെ പിന്നിലേക്ക് കാര്യങ്ങൾ നീണ്ടു ചെല്ലുമ്പോ, അത് ഈ പറയുന്ന നിയമത്തിന്റെ ഭേദഗതിയിലേക്ക് വരെ എത്തിച്ചെല്ലുമ്പോ അവിടെ പിന്നെ ഹിന്ദു മുസ്ലിമിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുക? ഒരു സ്ഥലത്തിന്റെ ഒരു സിവിൽ ഒരു റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ആ വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ലേ? അതിനകത്ത് ഒരു നിയമം അവിടെ ഒരു തടസ്സമായി നിൽക്കുന്നു. ഇതല്ലേ അവിടെ വരുന്നുള്ളൂ. അതിനെ ഭേദഗതി നടത്തേണ്ടി വരുമ്പോൾ അവിടെ പിന്നെ അത് ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർത്തിട്ട് എന്താണ് അതിലുണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് ആർക്കാ ഗുണം ഉണ്ടാകാൻ പോകുന്നത്? ഒറ്റ ഗുണമേ ഉള്ളൂ. അത് ഇവിടെ ഏറ്റവും കൂടുതൽ ഗുണമാകാൻ പോകുന്നത് BJPക്ക് തന്നെയാണെന്ന് ഇതിന്റെ പിന്നിൽ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് തിരിച്ചറിയുന്നതല്ലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഇവിടെ ഒരു കാര്യം ഞാൻ അനുമോദിക്കുകയാണ്. ഇപ്പൊ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ ഇതിനകത്ത് നല്ല വശങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇത്തരത്തിലുള്ള ഒരു വാദമാണോ ഇവിടെ ജാക്കിർ നായിക്ക് പറഞ്ഞു വെച്ചത്? അല്ലല്ലോ. ഇത് കണ്ണും പൂട്ടി എതിർക്കണം എന്നാണ് പറഞ്ഞു വെച്ചത്. അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളുണ്ട്. അപ്പോ ജാക്കിർ നായിക്ക് ഒരു ഭീകരവാദിയാണ്, ഭീകരവാദത്തിന് കോപ്പ് കിട്ടുന്ന ആളാണ് നിങ്ങൾ പറയുകയും അദ്ദേഹം ഒരു സാധനം എടുത്തു വെച്ച് പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളും വരുന്നു എന്ന് പറയുമ്പോൾ ഈ ജാക്കിർ നായിക്ക് എന്ന ഭീകരവാദിയും ഇതിനെ ഏറ്റെടുക്കുന്ന മുസ്ലിങ്ങളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസമുള്ളതെന്ന് സാധാരണക്കാർ ചോദിക്കും. ഇവിടെയാണ് ഈ തരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ട് വരച്ച് അവിടെ ഇടേണ്ടതിന്റെ ആവശ്യകത. അത് ഭീകരവാദിയാണ്, അയാളെ നിങ്ങൾ കേൾക്കരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇവിടെ ഇല്ലേ? അത് പറയുന്നതിന് പകരം ഇത് അതുമല്ല ഇതുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത്. അവിടെ ജാക്കിർ നായിക്ക് പറഞ്ഞ് തെറ്റാണ്, അതല്ല നമ്മൾ എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയേണ്ട ആളുകളാണ് നമ്മൾ. ഇത് പറയാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ബാഡ്ജ് ഒട്ടിച്ച് ഇവിടെ ഒന്ന് പറയേണ്ടി വരുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, ഒരു ശ്രദ്ധയപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ച രാജ്യത്തെങ്ങും നടക്കുമ്പോൾ
ഒരു ഇമെയിൽ എന്ന് എനിക്ക് അയച്ചു കിട്ടുകയാണ്. ആ ഇമെയിൽ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആളുകൾ അയക്കുന്ന മെയിൽ എനിക്ക് കിട്ടിയതാ. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന സംഗതി ഇങ്ങനെയൊന്നും അല്ല, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെ കേൾക്കാൻ പറ്റിയ എക്സ് മുസ്ലിങ്ങളുടെ ലിസ്റ്റ് ഇതാ, അവരുടെ ഇമെയിൽ ID ഇതാ എന്നും പറഞ്ഞിട്ട് ഈ വഖഫ് ബോർഡിന്റെ നിയമം അതിന്റെ പരിശോധന നടത്തുന്ന ആളുകൾക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. മാസമായിട്ട് ആളുകൾ അയക്കുകയാണ്. അതിനകത്ത് 5 പേരാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരാൾ എന്റെ പേരാ, ഒന്ന് എക്സ് മുസ്ലിം സാഹിൽ, മറ്റൊന്ന് എക്സ് മുസ്ലിം സമീർ, പിന്നെ ഒന്ന് ഞാൻ, പിന്നെ അങ്ങനെ വേറെ 2 ആളുകൾ. ഈ 5 എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കും, ഇതാണ് ഇസ്ലാം. ബാക്കിയുള്ള ഇവിടുത്തെ മൗലാനമാരും ബാക്കിയുള്ള ആളുകൾ പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാം ഇവരിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇതല്ല ജാക്കിർ നായിക്ക് പറയുന്നതല്ല ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേര് വെച്ചിട്ട് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ലോകം മാറി, കാലം മാറി. നിങ്ങൾ ഈ ആളുകളെ കളിപ്പിക്കുന്ന പരിപാടി നിർത്തുക. ഇതിന്റെ പേരിൽ സാധാരണ മുസ്ലിങ്ങളെ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ ഇതുപോലെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്ന അവസ്ഥ, ഈ തരത്തിലുള്ള ഹിന്ദു മുസ്ലിം വിഭാഗീയതയിലേക്ക് അവരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ, അത് നിർത്തണം. ഇതിലൊന്നും സാധാരണ മുസ്ലിമിന് ഒരു താല്പര്യമില്ല. അവർക്ക് ഇവരുടെ ജീവിതം അന്നെന്നുള്ളത് കരുപ്പിടിപ്പിച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അതിനുള്ള വഴിയാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. ഇത് തടസ്സമാണ് നിങ്ങൾ നടത്തുന്നത്. ജാക്കിർ നായിക്കിനെ പോലെ ഇപ്പൊ നിങ്ങൾ വലിയ ആളായിട്ട് ഇവിടെ ഏറ്റെടുക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ ഭീകരവാദിയെ തള്ളി പറയാനുള്ള ഒരു അവസരം പോലും ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഇല്ലാതെ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അവരുടെ ജീവിതം നിങ്ങൾ കുഴപ്പത്തിലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ണുപൂട്ടി എതിർക്കുക എന്ന് പറയുന്നതിന് പകരം ഇവിടെ അബ്ദുള്ള പറഞ്ഞ പോലെ ഇതിലെ നല്ല വശങ്ങൾ നമ്മൾ എടുക്കണം, പരിഷ്കരിക്കണം, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ശ്രീ ജോസഫ് ജോഡ്, ഇവിടെ ദീപികയിലെ ഫാദർ ജോഷി മയ്യാറ്റലിന്റെ ലേഖനത്തിൽ കൃത്യമായി തന്നെ ഇതിന്റെ ദോഷവശങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിലപാടിൽ ഉറച്ചു തന്നെ ഇനി തുടർന്നുമുണ്ടാവുക. കാരണം അദ്ദേഹം പറയുന്നത് മതേതര രാഷ്ട്രത്തിൽ കുറച്ചുപേരുടെ ഗതികേടിലേക്കാണ് ഈ വഖഫ് ബോർഡിന്റെ ആക്ട് പ്രകാരം പോകുന്നത് എന്നാണ്. ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ക്രിസ്തീയ സഭകളും വൈദികരും പുരോഹിതന്മാരും ഒക്കെ? ഈ പ്രതിസന്ധി വാസ്തവത്തിലെ ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം നേരെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മതേതര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ട്. അതല്ലെങ്കിൽ മതേതര സമൂഹത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് രാജ്യം നൽകുന്ന നിയമാനുസൃതമായ അവകാശങ്ങളോട് ജീവിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കുക എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇത് വാസ്തവത്തിലെ ഈ വഖഫ് നിയമം, വഖഫ് എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ നമുക്കറിയാം, അതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും ഒരിക്കൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ആ മണ്ണ് പവിത്രമാണ്, ചവിട്ടി നിൽക്കുന്നത് വിശുദ്ധമായി ചവിട്ടി നിൽക്കണമെന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അത് ഉദ്ദേശിക്കപ്പെടുന്നത് വാസ്തവത്തിൽ അതിലുള്ള വരുമാനമാണ്. ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വഖഫിൻ്റെ പലപ്പോഴും അത് അസസ് ചെയ്യുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് തന്നെ കണക്കാക്കുന്നത് അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടി, ആ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഉപവിപ്രവർത്തനത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുക. അപ്പം അതിൻ്റെ അകത്ത് തന്നെ വാസ്തവത്തിൽ ധനാഗമ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മറന്ന് പോകരുത്. അപ്പോൾ അവിടെ ഈ വഖഫായി നൽകുന്ന ഈ ഭൂമി വാസ്തവത്തിൽ ഒരാൾ സ്വന്തമായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മതം അനുശാസിക്കുന്ന ചട്ടങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ആ ദൈവ സങ്കല്പത്തിൽ നിന്നാണ് ഇത് പരിശുദ്ധമായ ഭൂമി എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അത് അർഹമായ ഭൂമി ആയിരിക്കണം. ഒന്ന്, അനർഹമായി കൈവശപ്പെടുത്താനായിട്ട് ആർക്കും അവകാശമില്ല. ആ ഭൂമി കൈവശപ്പെടുത്താനായിട്ട് നിയമം അനുവദിക്കുന്ന എടുത്താണ്. അതാണ് നമ്മുടെ പറയുന്ന സെക്ഷൻ 40 ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഭൂമി വഖഫാണെന്ന് തോന്നിയാൽ അത് സ്വയം അന്വേഷിച്ച് സ്വന്തമാക്കാനുള്ള ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അനുവാദം ഈ നിയമം നൽകുന്നു എന്നിടത്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും സ്വകാര്യ ഭൂമിയിലേക്ക്, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാകണമെന്നില്ല, മറ്റ് സമൂഹങ്ങളിൽപ്പെട്ടവരുടെയൊക്കെ ഭൂമിയിലേക്ക് കടന്നു ചെല്ലാനും അത് ഗ്രാബ് ചെയ്യാനും അത് സ്വന്തമാക്കാനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അടുത്ത് ഒരു പുതിയ ഭേദഗതി അനിവാര്യമായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഇതിലൊരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 1923 ഇത് സംബന്ധിച്ച് ആദ്യ നിയമം ഉണ്ടായി. 1954 പിന്നീട് സമഗ്രമായൊരു നിയമം ഉണ്ടാകുന്നു. ഇതിനിടയിലൊക്കെ അമെൻമെന്റ്സ് ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 1995 വളരെ സമഗ്രമായ 1954 നിയമം റിപ്പീൽ ചെയ്തിട്ടാണ് 1995 നിയമം ഉണ്ടാകുന്നത്. 2013 വീണ്ടും അമെൻമെന്റ്സ് ഉണ്ടായി. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ നിയമത്തിൽ പഴുതുകളുണ്ടാവാം, നിയമം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടാവാം, ആ തെറ്റായി അപ്ലൈ ചെയ്യുന്നുണ്ടാവാം. അതെ, ഫാദറിന്റെ ആ ലേഖനത്തിൽ പറയുന്നതും അതാണ്. 1995 ആക്ടിനെ കൂടുതൽ ക്രൂരതരമാക്കിയത് 2013 ആ ഭേദഗതിയോടുകൂടിയാണ് എന്നുള്ളതാണ്. ശ്രീ ശങ്കുറ്റി ദാസ്, എന്തായാലും
വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ഇടതുപക്ഷ പാർട്ടികളുമെല്ലാം ഇപ്പോഴേ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായുള്ളൊരു മുതലെടുപ്പ് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതെ. ഏത് വിഷയത്തെയും ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുകയും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭരണകൂടം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി മുസ്ലിങ്ങളെ ഭയത്തിലും ഭീതിയിലും നിർത്തിക്കൊണ്ട് ആ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരുടെ രക്ഷിതാക്കളായിട്ട് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളായിട്ട് അവതരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവര് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വഖഫ് ആക്ടിനും അതിന്റെ പ്രൊവിഷനെയൊന്നും ബാധിക്കുന്ന ഒരു ചർച്ചയിലേക്ക് അവർ കടക്കുന്നില്ല. ഇതൊരു മുസ്ലിം വിരുദ്ധ നിയമമാണ്, അതുകൊണ്ട് അതിനെ എതിർക്കണമെന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിന്റെ മുകളിലാണ് ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ മാത്രം 82 ലക്ഷത്തിലധികം മെയിലുകൾ ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഇതിനോടൊക്കെ അയച്ചിട്ടുണ്ട്. നാളെയാണ് അവസാന ദിവസം. ഈ പബ്ലിക് ഹിയറിംഗ് കേൾക്കുന്ന അവസാന ദിവസം 13-ാം തീയതിയാണ്. നാളേക്കുള്ളിൽ 1 കോടി മെയിലുകൾ അയക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. ഈ 1 കോടി മെയിൽ അയച്ചിട്ട് ഒരാൾക്കും ഈ വഖഫ് ആക്ട് എന്താണെന്ന് മനസ്സിലായിട്ടല്ല. ഇത് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഹിന്ദുത്വ ഭരണകൂടം എന്തോ ഒന്ന് ചെയ്യുന്നു. നമ്മുടെ ആകെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടമായിട്ട് മെയിൽ അയക്കുകയാണ് എന്നുള്ളൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തിട്ടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്ത് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഗുണഭോക്താക്കളാവാൻ പോകുന്നതും മുസ്ലിം സമൂഹമായിരിക്കും. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി 2006 വഖഫ് ഭൂമി 6 ലക്ഷം ഏക്കർ എന്ന് തിട്ടപ്പെടുത്തിയപ്പോ അദ്ദേഹം പറയുന്നുണ്ട് 10% ആകെ ആസ്തിയുടെ 10% വരുമാനമാക്കി മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഇതൊരു നാഷണൽ വേസ്റ്റേജ് ആയിട്ട് പരിഗണിക്കേണ്ടി വരുമെന്ന്. അതായത് 9 ലക്ഷം ഏക്കർ ഭൂമി 1,20,000 കോടി രൂപയുടെ ഭൂമിയിൽ നിന്ന് 2006 ആകെ വരുമാനം എന്ന് പറയുന്നത് 16 കോടി മാത്രമാണ്. അത് 1200 കോടിയെങ്കിലും ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് നാഷണൽ വേസ്റ്റേജ് ആണെന്ന് പറയുന്നു. 2024 കണക്ക് പ്രകാരം ആകെ വഖഫ് ഭൂമി എന്നുള്ള ഈൽഡ് റവന്യൂ എന്ന് പറയുന്നത് 20 കോടി മാത്രമാണ്. അപ്പൊ ആർക്കും ഉപകാരപ്പെടാത്തതുപോലെ നാഷണൽ വേസ്റ്റേജ് ആയി മാറിയിരിക്കുകയാണ് ഇത്രയേറെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള വഖഫ് ഭൂമി. അത് കറപ്ഷനാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കർണാടക വഖഫ് ബോർഡ് കറപ്ഷനാണ്. 2 ലക്ഷം കോടി രൂപയുടെ കറപ്ഷനാണ്. അഹമ്മദ് മായിപ്പാടി അന്വേഷിച്ച റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ കാര്യങ്ങളൊന്ന് നിജപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന് തന്നെ ആയിരിക്കും ഗുണം ചെയ്യുക. അതെ, തീർച്ചയായും. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വഖഫ് ഭേദഗതി ബില്ലിലെ നല്ല വശങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല പ്രാമാണ്യം കൽപ്പിക്കേണ്ടതും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.